Radio Library. Radio Library with RJ Radish. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. അപ്പൊ ഈ ആഴ്ച നമ്മൾ കുറച്ചധികം കവിത വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. ഖത്തറിലെ MES സ്കൂളില് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനി എഴുതിയിട്ടുള്ള കവിതയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നുള്ളൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം റേഡിയോ ലൈബ്രറിയിലേക്ക് ഹന്ന ഫാത്തിമ. വെൽക്കം ടു റേഡിയോ മലയാളം 98.6 FM റേഡിയോ ലൈബ്രറി. താങ്ക് യു. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് ആദ്യം തന്നെ. താങ്ക് യു സോ മച്ച്. ഖത്തറിൽ വെച്ചിട്ട് തന്നെയാണ് ബുക്കിന്റെ പ്രകാശനമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. When the quiet finds you. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനുണ്ടല്ലേ? ഞാനിപ്പോഴും +2ലാണ്. എനിക്കിനി കുറേ കണ്ടെത്താനുണ്ട്. ഇതുവരെ കണ്ടെത്തിയതൊക്കെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ചോദിക്കട്ടെ, ഹന്ന ഭയങ്കരമായിട്ട് പുസ്തകമൊക്കെ വായിക്കുന്ന ആളായിരുന്നു ആണോന്ന് വെച്ചാല് ഒരു സമയത്ത് ഐ യൂസ് ടു റീഡ് എ ലോട്ട്. ഏത് ജോണറിലുള്ള ബുക്സ് ആണ് ഏറ്റവും കൂടുതൽ? അതെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് മാറിക്കൊണ്ട് നിൽക്കും. പണ്ടൊക്കെ ഫാന്റസി ഫിക്ഷൻ ഒക്കെ ആയിരുന്നു. അതൊന്ന് മാറ്റി പിടിച്ചപ്പോഴാണ് ഈ പോയട്രി ഒക്കെ വരാൻ തുടങ്ങിയത്. ഞാൻ പിന്നെ ഒരു എന്താ പറയാ കുറച്ചുകൂടി സാഡ് ആയിട്ടുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള ജോൺ ഗ്രീന്റെ, ഖാലിദ് ഹുസൈനിന്റെ അങ്ങനത്തെ ഒക്കെ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് പോയറ്റിക് ആയിട്ടുള്ള കുറച്ച് ഇതൊക്കെ വരാൻ തുടങ്ങിയത്. ഇതിപ്പോ മുതലാണ് ഇങ്ങനെ പോയംസ് ഒക്കെ എഴുതി തുടങ്ങാന്ന് വിചാരിച്ചത്? 9th മുതൽ. ഞാൻ ആദ്യമായിട്ട് പോയട്രി ബുക്ക് വായിച്ചത് ഖാലിദ് ഹുസൈനിന്റെ സീ പ്രേയർ പറഞ്ഞിട്ടുള്ള ബുക്ക്. അങ്ങനെയാണ് പോയട്രിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ആയത്. അതിനുശേഷം പിന്നെ എന്താ സോഷ്യൽ മീഡിയയിലൊക്കെ ചെറിയ ചെറിയ കവിത ഒക്കെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഇൻട്രസ്റ്റ് ആയി വന്നു. ഇതില് ഈ ഒരു ബുക്കിൽ എത്ര കവിതകളുണ്ട്? കറക്റ്റ് ഒരു 85 വരുന്നുണ്ട്. അപ്പൊ ഈ 9th മുതൽ കവിത എഴുതുമെന്ന് പറഞ്ഞല്ലോ. അന്ന് മുതൽ എഴുതി തുടങ്ങിയതാണോ? അന്ന് മുതൽ. പക്ഷെ ഞാൻ ബുക്കാക്കാന്നൊന്നും വിചാരിച്ച എഴുതിയല്ല. ഞാൻ വെറുതെ ഫോണിൽ ഇങ്ങനെ ഇടയ്ക്ക് കത്തുമ്പോൾ നോട്ട്സ് ആപ്പിൽ ഇങ്ങനെ വെറുതെ എടുക്കായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ സ്ക്രോൾ ചെയ്തിട്ട് താഴോട്ട് പോകുന്നില്ല കുറെ. അപ്പൊ പിന്നെ ബുക്കാക്കിയാലോ എന്നുള്ളൊരിത് വന്ന് കളക്ഷൻ പോലെ ആക്കി ചെയ്തതാണ് ഈ ബുക്ക്. ഓക്കെ. ഈ പോയറ്റ്സ് ഒക്കെ പറയാറുണ്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ചിന്തകൾ വന്നിട്ട് അതെങ്ങനെ ഇത് എവിടെയെങ്കിലും ഒക്കെ എഴുതി വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവസാനം ഒരു കവിതയായിട്ട് അത് ജനിക്കുന്നത്. അപ്പൊ അങ്ങനെ ഹന്നയ്ക്ക് ഇങ്ങനെ ഒരുപാട് ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. എൻ്റെ അടുത്ത് എല്ലാവരും കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, പെട്ടെന്ന് സോൺ ഔട്ട് ആവുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇപ്പൊ കവിത എഴുതാനായിട്ട് ഇരുന്നാലും ഒന്നും വരില്ല. വെറുതെ വേറെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇപ്പൊ ക്ലാസിന്റെ സമയത്തൊക്കെ ആയിരിക്കും പെട്ടെന്ന് കത്ത, അപ്പൊ പെട്ടെന്ന് ബുക്കിന്റെ ബാക്കിലൊക്കെ എഴുതി വെച്ച് അങ്ങനെ വരുന്നതാ. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി സ്വദേശിനിയായിട്ടുള്ള MES ഇന്ത്യൻ സ്കൂളിലെ +2 വിദ്യാർത്ഥിനി ഹന്ന ഫാത്തിമയുടെ കവിത നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഏത് കവിതയാണ് ഞങ്ങളെ പരിചയപ്പെടുന്നത് എഴുതിയതില്? ഫസ്റ്റത്തെ കവിത തന്നെ ആയിക്കോട്ടെ, വാക്കിംഗ് സാൻഡ് വിത്ത് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ലൈഫ്. ഇത് ഞാൻ ആദ്യം വെക്കാനുള്ള കാരണം ബിക്കോസ് ഇറ്റ്സ് അബൌട്ട് ഡെത്ത് ആൻഡ് ലൈഫ്. തുടങ്ങുമ്പോൾ ആ ഒരു ഇതിൽ തന്നെ തുടങ്ങേണ്ടത്. When the earth swallows me whole and I wake up from the dream I sowed, I hope the seeds I left behind would bloom into flowers on this ground that I now lay confined. When my soul rises away from my shell and I no longer reside in this lonely spell, may petals break through my fragile bones with roots that stretch into places where I no longer roam. In this quiet place, now my dreams shall rest, admiring the life they now finally possess. For I was merely walking sand, carrying around in my hand no more than just a little bit of life. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഖുറാൻ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കത്തിയത്. ഇറ്റ് വാസ് അബൌട്ട് ലൈഫ്. ഞാൻ ചെറുതായിട്ട് ലാസ്റ്റത്തെ ലൈൻ ഐ എം merely walking sand, carrying around in my hand no more than just a little bit of life എഴുതി വെച്ചു. പിന്നെ ഞാൻ ഒരു മൂഡിൽ വന്നപ്പോൾ അതുമ്പോൾ തന്നെ എലോങ്ങേറ്റ് ചെയ്തിട്ടുണ്ടായ പോയമാണ്. സോ ഇറ്റ്സ് അബൌട്ട് ഡെത്ത് and the dreams that you leave behind in this world. അപ്പോൾ നമ്മൾ കുറേ സ്വപ്നങ്ങളുണ്ട്, അത് എല്ലാം സാധ്യമാവണമെന്നില്ല. അപ്പം മരണത്തിന് ശേഷം അല്ലെങ്കിൽ ഞാൻ ചെയ്തു വെച്ച നല്ല കാര്യങ്ങളൊക്കെ ഇറ്റ്സ് സ്റ്റിൽ there in this world. The dreams ഒക്കെ വിത്തുകളായി എൻ്റെ കവറിൽ നിന്ന് വിരിയട്ടെ എന്നുള്ളതാണ് the poetന്റെ ഒരു ഐഡിയോളജി പറയുന്നത്. വെരി ഗുഡ്. നമുക്ക് അടുത്തതിലേക്ക് പോവാണെങ്കിലും ഈ ബുക്കിൽ കുറെ എന്താ പറയാ, ഞാൻ പണ്ട് എഴുതാൻ തുടങ്ങിയപ്പോൾ ഇറ്റ് യൂസ് ബി ഷോർട്ട് പോംസ്. പിന്നെ സ്റ്റൈല് മാറിയിട്ടാണ് ലോങ് ആയത്. അപ്പോൾ പണ്ട് എഴുതിയ ഒരു ഷോർട്ട് ഫോം that I still like very much is I wished upon a star once. 1,000 wishes gone in vain. In a world full of lies, I realized why. The star I had wished upon was far off, gone. ഇതിൻ്റെ ഒരു ഇതെവിടുന്നാ വന്നതെന്ന് വെച്ചാൽ ഐ വാസ് ആക്ച്വലി ഇൻ ഫിസിക്സ് ക്ലാസ്. ഫിസിക്സ് ക്ലാസ്സിൽ നമ്മൾ പറയില്ല, നമ്മളിപ്പോൾ കാണുന്ന നക്ഷത്രമൊക്കെ കുറെ കാലം മുമ്പ് ഉണ്ടായിരുന്ന, അപ്പോൾ കത്തിയൊരു പോമാണ്. ഞാൻ ഒരു സ്റ്റാറിന്റെ അടുത്ത് വിഷ് ചെയ്തു, ഐ വിഷ്ഡ് അപ്പോൺ എ സ്റ്റാർ. പക്ഷെ ആ സ്റ്റാർ ശരിക്കും പറഞ്ഞാൽ കുറെ കാലം മുമ്പ് മരിച്ചു പോയൊരു സ്റ്റാർ ആയിരുന്നു എന്നുള്ളൊരു ഐഡിയ. ആ സ്റ്റാർ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ഇറ്റ് ഡസന്റ് എക്സിസ്റ്റ്. മേ ബി ദാറ്റ്സ് വൈ മൈ ഡ്രീംസ് ആർ നോട്ട് കമ്മിങ് ട്രൂ എന്നുള്ള രീതിയിൽ ഇത്. വെരി ഗുഡ്. അങ്ങനെ ഹന ഫാത്തിമ എഴുതിയ വെൻ ദ ക്വയറ്റ് ഫൈൻഡ് യു എന്ന
കവിതാ സമാഹാരമാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. റേഡിയോ മലയാളം 98.6-ൽ ഇത് റേഡിയോ ലൈബ്രറി. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. റേഡിയോ ലൈബ്രറി. Radio Library with RJ Radish. വെൻ ദ ക്വയറ്റ് ഫൈൻഡ് യു എന്ന കവിതാ സമാഹാരം നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് എഴുതിയിരിക്കുന്നത് MES ഇന്ത്യൻ സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായിട്ടുള്ള ഹന്ന ഫാത്തിമയാണ്. ഹന്ന ഫാത്തിമ തന്നെ നമ്മളുടെ കൂടെ ഈ ഒരു ബുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ കവിതകൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 വളരെ മനോഹരമായിട്ടുള്ള കവിതകൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് ഞങ്ങൾ ഏതാ പരിചയപ്പെടുത്തുന്നത്? അടുത്തത് മെമ്മറീസ്. ഇത് ഞാൻ സ്കൂൾ മാറിയപ്പോൾ ഞാൻ എഴുതിയ പോമാണ്. ഓൾഡ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഞാൻ അവരൊക്കെ മിസ് ചെയ്ത് തുടങ്ങുമ്പോൾ obviously I start thinking about my memories and I start writing about it. അങ്ങനെ എഴുതിയ പോമാണ്. The one thing most of us have in common is the desperate efforts we take to keep memories alive, to acknowledge that we are nothing without them. Most stored in the back of our minds, resurfacing at least expected events, some painted and printed into handbooks and albums, while others just sealed away in broken hard disks and lost passwords. We live to make memories. We live to make memories, yet we strive to keep them alive. സോ ഈ കവിത നമ്മൾ എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് പാസ്വേഡൊക്കെ മറന്നു വന്ന്, എസ്പെഷ്യലി ഇപ്പോൾ ഐഫോൺ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ഒന്നും ഇല്ലാത്തൊരു സാധനം. ഞാൻ ഉമ്മൻ്റെ ഫോണിലേക്കൊക്കെ അയച്ചു വെക്കും, അത് സ്റ്റോറേജ് ഫുള്ളാവും. ഇപ്പം അടുത്ത് ഐ വാസ് ഗോയിങ് ത്രൂ മൈ ലാപ്ടോപ്പ് ആൻഡ് ഐ ഫൗണ്ട് കുറേ പഴയ ഫോട്ടോസൊക്കെ. അപ്പം അതൊക്കെ ആ സമയത്ത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഓക്കെ ഇത് ഇനിയും കാണണം, ഇടയ്ക്കിടയ്ക്ക് കാണണം എന്നൊക്കെയുള്ള സമയത്ത് ആ ഒരു ഐഡിയയിൽ എടുത്തതാണ്. പക്ഷെ അത് പിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഫോട്ടോ എടുത്ത കാര്യം തന്നെ മറന്നുപോയി, അതൊക്കെ എവിടെയോ ആയിപ്പോയി. പക്ഷെ we're still here. ഇപ്പോഴും ഫോട്ടോ എടുക്കുന്നു, ഇപ്പോഴും പുതിയ മെമ്മറീസ് ഉണ്ടാക്കാൻ നോക്കുന്നു, അതൊക്കെ സുരക്ഷിതമായിട്ട് എവിടെയോ വെക്കാൻ നോക്കുന്നു. സോ വി ലിവ് ടു മേക്ക് മെമ്മറീസ്, യെറ്റ് വി സ്ട്രൈവ് to keep them alive. Super. അടുത്തതിലേക്ക് പോകണമെങ്കിൽ Winter melodies. Winter melodies. Winter melodies. Okay. I don't listen to songs much, but every time I do, it stays with me. At 15, I listened to songs in the bus, earphones plugged in, I sealed in the sights. I remember the water droplets on the windshield. That winter, when the sky fell in love with itself. That morning, the sky held close the moon, the sun, and the clouds. I knew the people I loved. Yet, the drizzle altered their rhythm. It made our beats collide, all of us in sync, content, as if the race had finally come to an end. ഇത് ഒരു മെമ്മറി നടത്തി എഴുതിയ പോമാണ്. തിങ്ക് ബാക്ക് ഇൻ 10th grade, 2 വർഷം മുമ്പ് സമയത്ത് ഖത്തറിൽ പെട്ടെന്ന് മഴ പെയ്തൊരു സമയമായിരുന്നു. ഒരു ഫ്ലഡ് ആയ ഒരു സമയം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് രാവിലെ ഇറ്റ് വാസ് വിന്റർ ആൻഡ് ആ സമയത്ത് വിന്ററിന്റെ രാവിലെ വി കുഡ് സീ ലൈക്ക് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ക്ലൗഡ്സും ഭയങ്കര മൂണും സണ്ണും ഒക്കെ ഒരുമിച്ച് രാവിലെ കാണായിരുന്നു സ്കൂളിൽ പോകുന്നതൊക്കെ. ആ സമയത്ത് ഐ യൂസ് ഇയർഫോൺ ഇട്ടിട്ട് പാട്ട് കേട്ടോണ്ട് വിൻഡോന്റെ പുറത്തേക്ക് നോക്കിയിരുന്നത് ഞാൻ ഇപ്പോഴും കറക്റ്റ് ആ വ്യൂവിൽ തന്നെ ഓർക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തത്. അപ്പൊ ഞാൻ പാട്ട് കേൾക്കുമ്പോൾ ഇപ്പോൾ +2 ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ പാട്ട് കേട്ടിരിക്കുന്ന സമയമില്ല. പക്ഷെ ഇപ്പൊ ഉമ്മാന്റെ വണ്ടിയിൽ പോവാണെങ്കിലൊക്കെ ദർ ആർ സർട്ടൻ സോങ്സ് ദാറ്റ് ഷീ സേവ്ഡ് ഓൺ ഹർ പ്ലേലിസ്റ്റ്. അതുപോലെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ അവരുടെ കൂടെ കേൾക്കുന്ന കുറെ പാട്ടുണ്ട്. അപ്പൊ ഈ പാട്ടൊക്കെ ഞാൻ കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ ഈ ആൾക്കാരുടെ ഓർമ്മയാണ് വരുന്നത്. സോ ഇറ്റ്സ് അബൌട്ട് സോങ്സ് ആയിട്ട് മെമ്മറീസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അതായത് ഓരോ സോങ്സിനും നമുക്ക് ഓരോ മെമ്മറീസ് ഉണ്ടാവും. ആളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഏതെങ്കിലും സിറ്റുവേഷൻസ് വീണ്ടും ആ സോങ് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെ വീണ്ടും അടുത്തതും നമ്മൾ വളരെ മനോഹരമായിട്ട് അങ്ങനെ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഹന്നയുടെ ഓരോ കവിതകളും ഏറ്റവും മികച്ചത് തന്നെയാണ്. ഇതിൽ 80-ലധികം കവിതകളാണ് ഈ ഒരു പുസ്തകത്തിലുള്ളത്. വെൻ ദ ക്വയറ്റ് ഫൈൻഡ് യു, ഇതിങ്ങനെ നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇന്ന് റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിലൂടെ. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. റേഡിയോ ലൈബ്രറി. Radio Library with RJ Radish. ഇന്ന് ഹന്ന ഫാത്തിമയാണ് നമ്മളുടെ കൂടെയുള്ളത്. വെൻ ദ ക്വയറ്റ് ഫൈൻഡ് യു എന്ന കവിതാ സമാഹാരം എഴുതിയിട്ടുള്ള കുഞ്ഞ് കവയത്രിയാണ് നമ്മളുടെ കൂടെയുള്ളത്. ഹന്നയുടെ അടുത്ത കവിതകളിലേക്ക് വരികയാണെങ്കിൽ, കവിത എന്ന് പറയുമ്പോൾ തന്നെ there are a lot of forms, like മൂണിനെ പറ്റിയിട്ടൊക്കെ ഉള്ള. ആൻഡ് എൻ്റെ പ്രീഫേസിൽ പ്രൊഫസർ മുഹമ്മദ് അലി പറയുന്നുണ്ട്, ഹന്നൻ്റെ കവിത വായിക്കുമ്പം ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്ന് ചന്ദ്രനെ നോക്കി എഴുതുമ്പോൾ അല്ലെങ്കിൽ ഓഷ്യൻ നോക്കി എഴുതുന്ന പോലെയാണ് ഉള്ളത്. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ ആണ്. എൻ്റെ വീടിൻ്റെ ബാക്കിൽ തന്നെ പാർക്കുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അവിടെ ഒറ്റയ്ക്ക് പോയിരുന്ന് അങ്ങനെ മൂണൊക്കെ നോക്കിയിരുന്ന് എഴുതാറുണ്ട്. അങ്ങനെ എഴുതിയൊരു പോമാണ് The Moon Won't Keep Sleeping, Will He? The moon went to sleep today. He's heard enough stories for the day to put himself into a deep, deep sleep. The moon deserves his day off. I hope he has the heart to come back brighter, like he has all these years. Perhaps one day, when he's had enough of hiding in the clouds, peeking through the mist and listening to hundreds of thousands of stories again and again and again, perhaps then the moon would choose his own peace of mind.
ഇവിടെ മൂണിനെ പേഴ്സോണിഫൈ ചെയ്തിട്ട് എഴുതിയൊരു കവിതാണ്. നമ്മളിങ്ങനെ കേൾക്കാറില്ലേ ചന്ദ്രനോട് സംസാരിച്ചു എന്ന് പറഞ്ഞ രീതിയിൽ കുറെ ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചന്ദ്രൻ്റെ അടുത്ത് സംസാരിക്കുന്നതാണെങ്കിൽ ചന്ദ്രൻ റെസ്റ്റ് എടുക്കണ്ടേ ഒരു ഐഡിയയിൽ എഴുതിയതാണ്. ദ മൂൺ വോണ്ട് കീപ് സ്ലീപ്പിംഗ് വിൽ ഹി. മൂണിന് ഉറക്കമൊക്കെ വേണമല്ലേ. നെക്സ്റ്റിലേക്ക് പോകണമെങ്കിൽ ഇൻ ദ സൈലൻസ് ഇൻ ബിറ്റ്വീൻ. ഐ ഫീൽ ലൈക്ക് വെൻ ദ ക്വയറ്റ് ഫൈൻഡ്സ് യു എന്ന ബുക്കിന്റെ പേരായതുകൊണ്ട് തന്നെ അതിൻ്റെ കുറെ കൂടി റെസനേറ്റ് ചെയ്യുന്നൊരു പോയമാണ് ഇൻ ദ സൈലൻസ് ഇൻ ബിറ്റ്വീൻ. സംവെയർ ബിറ്റ്വീൻ നൗ ആൻഡ് ദെൻ I realized maybe I'll just never know. Somewhere between waiting to be old enough and feeling like it's still way too soon, I've surrendered to loss. Somewhere between playing in the rain and laying down to fight the pain, I've encountered grief. Somewhere between I can't stop laughing and I cannot stop crying, I've grown up. Somewhere between 12 and 13, or maybe in the silence in between, I'll find what happened. Or maybe I'll just never know. This poem is about growing up, especially a teenager. എന്നുള്ള രീതിയിൽ സോ മച്ച് ഡിഫറെൻറ്റ് ഇമോഷൻസ് ഇറ്റ് യു. ചെറുപ്പത്ത് നമ്മൾ ഒന്ന് കാര്യമാക്കൂല. ഇപ്പോൾ മഴേൻ്റെ കാര്യം പറയാനാണെങ്കിൽ തന്നെ യു സീ ദ റെയിൻ യു ഗോ ഔട്ട് യു പ്ലേ. പക്ഷെ ഒന്ന് വലുതാവുമ്പോഴത്തേക്ക് തന്നെ മഴയൊക്കെ കാണുമ്പോൾ നമ്മൾ കുറച്ചുകൂടി അതൊന്ന് കണ്ടംപ്ലേറ്റ് ചെയ്യാൻ തുടങ്ങും. മഴയൊക്കെ കാണുമ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ ആലോചിച്ചിരിക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെ സംവെയർ ബിറ്റ്വീൻ ഗ്രോയിങ് അപ്പ്, മേ ബി ഇറ്റ്സ് ബിറ്റ്വീൻ 12 and 13, അല്ലെങ്കിൽ അതിനിടയിലുള്ള ഏതൊക്കെയോ നിശബ്ദതയിലും ആവാം, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഞാൻ എന്താണെന്ന് കണ്ടുപിടിക്കും. Or maybe I'll just never know. എല്ലാം ഒരു ഒറ്റപ്പെടലാണ്. വായിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ടാവും അങ്ങനെ തന്നെ ആയിരിക്കും. ബുക്ക് ശരിക്കും പറഞ്ഞാൽ 3 പാർട്ടായിട്ടാണുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ പാർട്ട് ഇസ് അബൌട്ട് ലൈക്ക് എക്സ്പ്ലോറിംഗ് നേച്ചർ. സെക്കൻഡ് പാർട്ടാണ് ഈ ഒറ്റപ്പെടലിന്റെ സംഭവം. അതിന്റെ പേരാണ് ഗെറ്റിംഗ് ലോസ്റ്റ് ഇൻ ദ ഷാഡോസ്. അപ്പോൾ നമ്മൾ വേൾഡൊക്കെ കണ്ടറിഞ്ഞ് ആസ് യു ഗ്രോ അപ്പ് യു ക്യാൻ ഗെറ്റ് ലോസ്റ്റ് ഇൻ ദ ഷാഡോസ്. പിന്നെ തേർഡ് പാർട്ട് ഇസ് ഫൈൻഡ് ദ ലൈറ്റ് വിത്തിൻ. അപ്പോൾ ആ ഷാഡോസിലൊക്കെ പെട്ടിരിക്കുമ്പോഴും വെളിച്ചം നമ്മൾ പുറത്തേക്ക് അന്വേഷിക്കാതെ സ്വയം ഉള്ളിൽ തന്നെ ഉള്ള ലൈറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ബുക്കിന്റെ മെയിൻ തീം. അപ്പോൾ ഈ 3 സെക്ഷനിലായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ കവിതകളും പോകുന്നു അല്ലേ. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കവിതകൾ അതിങ്ങനെ നമ്മൾ കേട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹന്ന ഫാത്തിമയിൽ നിന്ന് തന്നെ. വെൻ ദ ക്വയറ്റ് ഫൈൻഡ് യു എന്നുള്ള കവിതാ സമാഹാരം കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിലൂടെ. എഴുത്തുകാരി ഹന്ന ഫാത്തിമ നമ്മളുടെ കൂടെയുണ്ട്. നിങ്ങൾക്കൊപ്പം ഞാൻ രതീഷ്. Radio Library. Radio Library with RJ Ratish. വെൻ ദ ക്വയറ്റ് ഫൈൻഡ് യു എന്ന കവിതാ സമാഹാരം നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിലൂടെ. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. എൻ്റെ കൂടെ യുവ എഴുത്തുകാരിയായിട്ടുള്ള ഹന ഫാത്തിമയാണുള്ളത്. അപ്പോൾ ഹന ഫാത്തിമയുടെ ഓരോ കവിതകൾ നമ്മളിങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ 6ഓളം കവിതകൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഈ ഒരു പുസ്തകത്തിൽ. അപ്പോൾ ഇനി നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്ന കവിത ഏതാണ്? I'm sorry I didn't get a chance. അതാണ് കവിത. അതാണ് കവിത. I'm sorry I didn't get a chance to put a smile on your face or make you dance. I'm sorry we never shared a cup of hot chocolate or a cake to celebrate age. I'm sorry I don't know your story, even more for knowing I never will. I'm sorry I'll forever leave a space you can only imagine but never fill. I'm sorry for all the stories that might have been, and for all the shades of you I'll never know. So this is again about death, but you don't really see it as about death. അത് ഓരോരുത്തർ വായിക്കുമ്പോൾ അവരുടെ പെർസ്പെക്റ്റീവിലായിരിക്കും. പക്ഷെ ഞാനിത് എഴുതിയത് വാസ് പീപ്പിൾ ഹു ഡൈഡ് ആൻഡ് ഐ നെവർ ഗെറ്റ് ടു മീറ്റ് ദം. ഇപ്പോൾ നമ്മളെ ഫ്യൂച്ചറിൽ ഇപ്പോൾ നമ്മൾ ആരൊക്കെ കാണാൻ പോകുന്നതെന്ന് വി ഡോണ്ട് നോ. പക്ഷെ സംടൈംസ് യു തിങ്ക് അബൌട്ട് ഇറ്റ്. ഇപ്പോൾ എന്താ പറയുക, വാറിലാണെങ്കിലും ആക്സിഡൻസിലാണെങ്കിലും ഒക്കെ മരിച്ച കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ വാട്ട് ഇഫ് ഐ വാസ് സപ്പോസ് ടു മീറ്റ് ദം ഇൻ ദ ഫ്യൂച്ചർ ആൻഡ് നൗ ഐ ക്യാൻറ്റ് എനിമോർ. അപ്പോൾ അങ്ങനെ എഴുതിയ കവിതയാണത്. ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുന്നത്? തിങ്ക് ചെയ്യാന്നൊന്നാലും വരില്ല. വേറെ എന്തെങ്കിലും ചെയ്തുകൊടുക്കുമ്പോൾ പെട്ടെന്ന് വരും. ഞാൻ ഇമോഷണൽ ആയ ഒരു സമയത്താണ് അധികം വരാം. റൈറ്റ് ആഫ്റ്റർ വാച്ചിങ് എ വെരി സാഡ് മൂവി, റൈറ്റ് ആഫ്റ്റർ റീഡിങ് എ ബുക്ക്. ഇഫ് ദ ബുക്ക് resonates with me, ആ സമയത്ത് എന്തോരം വരും. നെക്സ്റ്റ് കവിതയിലേക്ക് പോകണമെങ്കിൽ 2 fears for your hands. You dimmed my light, sprayed water on my fire, said it was fuel but you were just cruel. You dimmed my light, blew wind on my fire, mistaking me for a candle but I was a wildfire. ഇത് is about people who put you down. Again, ഓരോരുത്തർ വായിക്കുമ്പോൾ ഇറ്റ്സ് നമ്മളെ ഓൺ ഇൻ്റർപ്രിറ്റേഷനിലായിരിക്കും വരാം. സോ ഇറ്റ്സ് about people who put you down. You dimmed my light, blew wind on my fire. ഇപ്പോൾ മേതിരിയൊക്കെ ഊതിക്കെടുത്താണെങ്കിൽ പെട്ടെന്ന് കിട്ടും. പക്ഷേ when it's a wildfire, വിൻഡൊക്കെ ഉണ്ടാകുമ്പോൾ the fire starts, ഫയർ കുറച്ചുകൂടി വലുതാവും. നമ്മൾ ഊതിക്കിടുന്ന പോലെ ആയിരിക്കില്ല. So it's like talking to the people who try to put me down.
അവരെന്നെ ഊതി കിടക്കാൻ നോക്കിയപ്പോൾ ഞാനൊരു ക്യാൻഡിലാന്ന് വിചാരിച്ചു, പക്ഷെ ആക്ച്വലി ഐ വാസ് എ വൈൽഡ് ഫയർ. Too fierce for your hands. അങ്ങനെ. ഇപ്പൊ ഇതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഫോട്ടോഗ്രാഫ്സ് എന്ന് പറഞ്ഞുള്ള പോയം ഉണ്ടല്ലോ, അതില് ഇറ്റ് ക്യാപ്ചേഴ്സ് യുവർ ലാഫ് ബട്ട് ഇറ്റ് ഫെയിൽസ് ക്യാപ്ചർ യുവർ വോയിസ് അല്ലെ? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ ഓരോന്നും ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. I was actually thinking about my best friend here. അവളുടെ ഒരു ബർത്ത്ഡേ ആ ഒരു സമയത്തായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ ഫോട്ടോസൊക്കെ നോക്കി പോവായിരുന്നു. ആൻഡ് ഐ വാസ് ജസ്റ്റ് വണ്ടറിങ്, ഐ വാസ് ലൈക്ക് മിസ്സിങ് ആ സമയത്ത്, വല്ലാണ്ട് മിസ് ചെയ്യുന്ന സമയത്ത് എഴുതിയതാ. സോ അവളുടെ ലാഫ് ഞാൻ ചിരി കാണുന്നുണ്ട്, ഇവിടെ കാണ്ട് ഹിയർ ഹർ വോയിസ്. അതുപോലെ ഫോട്ടോഗ്രാഫ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യമായിട്ട് ഫോട്ടോ എടുക്കും, പക്ഷെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ആ പോയിന്റിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ലൈക്ക് ഇറ്റ് ഡസന്റ് വിത്ത് ദ സൺ. ഇപ്പൊ സൂര്യനാണെങ്കിലും നമ്മൾ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ കറക്റ്റ് ആ ഭംഗി നമുക്ക് കിട്ടില്ല. അതേപോലെ തന്നെയാണ്, ഇറ്റ്സ് ലൈക്ക് ഫോട്ടോഗ്രാഫ്സ് ഡോണ്ട് ഡു യു ജസ്റ്റിസ് എന്നാണ് ഇതിൽ റിപ്പീറ്റ് ആവുന്ന ഒരു ലൈൻ. അപ്പോൾ ദർ ആർ സം പീപ്പിൾ ഹു ലൈക്ക് ഫോട്ടോ നോക്കിയിട്ട് അയ്യോ കാണാൻ രസമില്ല ഇങ്ങനെ പറയുന്നത്. പക്ഷെ ശരിക്കുള്ള പോലെ തന്നെയാണോ ഫോട്ടോ? ലൈക്ക് യു ആർ വേ മോർ ദാൻ ജസ്റ്റ് വൺ പിക്ചർ എന്നുള്ളൊരു രീതിയിൽ കൺവേ ചെയ്യുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെ 85-ലധികം കവിതകളാണുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ചധികം ടൈറ്റിൽ കൂടി നമുക്കൊന്ന് പരിചയപ്പെടുത്തിയാലോ? യു ലീവ് എ ഹോൾ ഇൻ ദ യൂണിവേഴ്സ്. അത് ഐ റോട്ട് ഇറ്റ് ഫോർ മൈ ഫ്രണ്ട് when she was feeling insecure about herself. ആ സമയത്ത് ഐ വാസ് ജസ്റ്റ് ടെല്ലിങ് ഹർ, ഈ യൂണിവേഴ്സിൽ ഇപ്പൊ നമ്മള് വി ലിവ് വി ഡൈ, നമ്മള് മെയ്ഡ് ഓഫ് മണ്ണ്, തിരിച്ച് മണ്ണിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ ഇതൊരു സൈക്കിളാണ്, എല്ലാ ജീവജാലങ്ങൾക്കുള്ള ഒരു സൈക്കിളാണ്. അപ്പോൾ നമ്മൾ ഇല്ലെങ്കിൽ there would be a hole in the universe. അത് നമ്മൾ ഓരോരുത്തരാണ് യൂണിവേഴ്സിനെ കംപ്ലീറ്റ് ആക്കുന്നത് എന്നാണ് ഈ ടൈറ്റിൽ കൺവേ ചെയ്യുന്നത്, യു ലീവ് എ ഹോൾ ഇൻ ദ യൂണിവേഴ്സ്. അതുപോലെ പീസ് ഇൻ ദ മോൺസ്റ്റേഴ്സ് ബ്രെത്ത്. അത് ഐ എം ആക്ച്വലി സ്കെയർഡ് ഓഫ് ദ ഡാർക്ക്. ഭയങ്കര പേടിയാണ്. ഇപ്പൊ പെട്ടെന്ന് ലൈറ്റൊക്കെ ഓഫ് ആയാലും ഞാൻ പേടിച്ച് ഇറക്കും. പക്ഷെ when I'm ഭയങ്കര സാഡായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇരുട്ടൊന്നും എന്നെ ബാധിക്കുന്നില്ല. സോ ആ സമയത്ത് ഞാനിപ്പോൾ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ തന്നെ ഐ വുഡ് ജസ്റ്റ് ഫൈൻഡ് പീസ് ഇൻ ഇറ്റ്. പറഞ്ഞാൽ ഒറ്റക്കല്ലല്ലോ എന്നുള്ള രീതിയിൽ. ദാറ്റ്സ് പീസ് ഇൻ ദ മോൺസ്റ്റേഴ്സ് ബ്രെത്ത്. അപ്പൊ ഇങ്ങനെ കുറേയധികം പോയംസ് ആണ് ഈ ഒരു കവിതാ പുസ്തകത്തിലുള്ളത്. വെൻ ദ ക്വയറ്റ് ഫൈൻഡ് യു. അപ്പൊ അതിലേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ നിശബ്ദത നമ്മളെ തന്നെ കണ്ടെത്താൻ പറ്റുമെന്ന് അതെങ്ങനെയാണ് പറയാൻ പറ്റുക? അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. യൂഷ്വലി പെട്ടെന്ന് തിരക്കിലൊക്കെ ആകുമ്പോൾ ദർ ആർ ടൈംസ് ദിവസങ്ങളോളം ഞാനിങ്ങനെ ഓരോ പണിയെടുത്തുകൊണ്ട് ഓരോ വർക്ക് ആഫ്റ്റർ വർക്ക്, ഹോംവർക്ക് ആഫ്റ്റർ ഹോംവർക്ക്, സ്കൂൾ ആഫ്റ്റർ സ്കൂൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ പറയുക, ഐ forget to just live. We're all just surviving ആ ഒരു സമയത്ത്. അപ്പോൾ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് സംടൈംസ് നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന്, അതിപ്പോൾ അടിച്ച് പുറത്തൊക്കെ പോയിരുന്ന് നേച്ചറൊക്കെ പോയിരിക്കുമ്പോൾ we really start thinking about life. അപ്പോൾ when the quiet finds you എന്ന് ടൈറ്റിൽ ഇടാൻ കാരണം തന്നെ if like you എന്ന് വരുമ്പം അത് ആൾക്കാർ കുറച്ചുകൂടി പേഴ്സണലായിട്ട് എടുക്കും. when the quiet finds you, നിങ്ങളെ നിശബ്ദത കണ്ടെത്തുമ്പോൾ. അപ്പോൾ ഈ നിശബ്ദത കണ്ടെത്തുമ്പോൾ when we stop all other activities, ബാക്കിയൊക്കെ നിർത്തുമ്പോഴാണ് നമ്മൾ ക്വയറ്റ്നെസ്സിനെ നമ്മളെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ക്വയറ്റ്നെസ് നമ്മളെ കണ്ടെത്തിയാലാണ് നമുക്ക് സ്വയം കണ്ടെത്താൻ പറ്റും. നമ്മളെ തന്നെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അല്ലെ? നമുക്ക് വേണ്ടിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടെന്നൊക്കെ പറയാറുണ്ടല്ലോ അല്ലെ? അപ്പൊ അങ്ങനെയാണ്. അങ്ങനെ കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യൂ. നമ്മൾ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ അറിയാൻ പറ്റും. നമുക്ക് തന്നെ പറഞ്ഞു തരും, നമ്മളോട് തന്നെ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും അല്ലേ? ഞാൻ സൈക്കോളജി സ്റ്റുഡന്റ് ആണ്, ബയോസൈക്കോളജി എടുത്തിട്ട്. അപ്പൊ ടീച്ചർ തന്നെ ഇങ്ങനെ പറയും, സിറ്റ് വിത്ത് യുവർ സെൽഫ്, മെഡിറ്റേറ്റ് എന്നൊക്കെ പറയും. ഇടയ്ക്കൊക്കെ ചിരി വരും, കാരണം ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാൻ നോക്കിയാല് എന്താ നടക്കൂല, ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് പോകും. അപ്പോൾ സം പീപ്പിൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ തെറപ്പീസ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് റൈറ്റിംഗ്. ഞാൻ റൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ കുറെ ആലോചിക്കും. പക്ഷെ ഫോർ സം പീപ്പിൾ ഇറ്റ്സ് കുക്കിംഗ്. എൻ്റെ ഫ്രണ്ടിന് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവള് കുക്ക് ചെയ്യുമ്പോൾ അവളുടെ മനസ്സ് ഫുൾ വേറെ ഒന്നും ഉണ്ടാവില്ല. ഷീ ഈസ് ജസ്റ്റ് ലിവിങ് ഇൻ ദ മൊമെന്റ്. വേറൊരു ഫ്രണ്ടിന് ഇറ്റ്സ് പെയിന്റിങ്. അവള് പെയിന്റ് ചെയ്യുമ്പോൾ ബാക്കിയൊക്കെ ക്വയറ്റാണ്. ആൻഡ് ദാറ്റ്സ് ലൈക്ക് ഹെർ തെറപ്പി. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ തെറപ്പീസ് ഉണ്ട്, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ക്വയറ്റ് മൊമെന്റ്സ് ഉണ്ട്. ഈ ഒരു ബുക്സ് ഇവിടെ ഖത്തറിൽ നിന്ന് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുമോ? പ്രീ ഓർഡർ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്, ഓർഡർ ചെയ്യാനുള്ള ലിങ്ക്സ് ഉണ്ട്, ഡെലിവറി ഉണ്ട്, ഡയറക്റ്റ് വന്ന് വാങ്ങാൻ പറ്റും. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആരാണ് ഈ ബുക്ക്? ഹാർമോണിയം പബ്ലിക്കേഷൻസ്, നാട്ടിലുള്ള ഒരു പബ്ലിക്കേഷൻ ആണ്. കവർ ഡിസൈൻ ചെയ്തത് ഷഹസാദ്. ഓക്കെ, അത് എനിക്ക് എടുത്ത് പറയണമെന്ന്. കവർ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ? വളരെ മനോഹര പെയിന്റിംഗ് ആണ്. സീഷോർ ആണത്. സീഷോർ ആണ് ഉദ്ദേശിച്ചത്. കാരണം ഞാൻ അധിക പോംസും ബീച്ചിൽ നോക്കിയിട്ടായിരുന്നു എഴുതാറ്. ഇറ്റ് വാസ് ലൈക്ക് മൈ ബിഗിനിങ്. അധികം തുടക്കത്തിൽ അധിക പോംസ് വാസ് അബൌട്ട് ദ സീ, ദ ഓഷൻ. അപ്പോൾ കവർ അതിനെ പറ്റി തന്നെ ആവണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. കവർ പോലെ തന്നെ ഏറ്റവും മനോഹരമാണ് ഓരോ കവിതകൾ.
അത് ഈ പറഞ്ഞല്ലോ അതിലെ ഓരോ ലൈൻസും ഓരോ വേർഡ്സും ഓരോ സെന്റൻസും നമുക്ക് കേട്ടിരിക്കാനായിട്ട് തോന്നും. നമ്മളും അതിലെ ഒരാളായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇതുപോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ട് ഒരുപാട് പേര് അഭിപ്രായങ്ങൾ പറയട്ടെ, ഒരുപാട് പേരിലേക്ക് ഈ ഒരു പുസ്തകം എത്തിച്ചേരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ഹന്ന. താങ്ക് യു സോ മച്ച്. ഇറ്റ് മീൻസ് എ ലോട്ട്. കാരണം ഇത് ഞാൻ ഒരിക്കലും പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയ കവിതകളല്ല, എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിച്ച കവിതകളാണ്. പക്ഷെ അത് പുറത്തേക്ക് എത്തുമ്പോൾ ആൾക്കാർ കുറെ കൂടി റെസനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ഇറ്റ് ഫീൽസ് റിയലി ഗുഡ്. താങ്ക് യു സോ മച്ച് നമ്മളുടെ കൂടെ എത്തിയതിൽ. താങ്ക് യു സോ മച്ച്. ഹന്ന ഫാത്തിമയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഹന്നയുടെ വെൻ ദ ക്വൈറ്റ് ഫൈൻഡ് യു എന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള കവിതാ സമാഹാരം, ഇതൊരു 80-ലധികം കവിതകളാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഓരോ കവിതകളും നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് വായിക്കാൻ തോന്നുന്ന കവിതകൾ തന്നെയാണ്. നമ്മളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി തരുന്ന ഒരു കവിതാ സമാഹാരം തന്നെ പറയാൻ പറ്റും. വെൻ ദ ക്വൈറ്റ് ഫൈൻഡ് യു. അപ്പോൾ ഇതെല്ലാവരും വായിക്കുക എന്നുള്ളത് തന്നെയാണ് റേഡിയോ ലൈബ്രറിക്കും അറിയിക്കാനുള്ളത്. അപ്പോൾ ഖത്തറിൽ തന്നെ ഈ ഒരു പുസ്തകം നമുക്ക് ലഭിക്കുമെന്നാണ് ഹന്ന പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അത് വാങ്ങിക്കാം, അത് വായിക്കാം എന്നുള്ള കാര്യമാണ് റേഡിയോ ലൈബ്രറിക്കും അറിയിക്കാനുള്ളത്. അപ്പോൾ തൽക്കാലം ഇന്ന് ടാറ്റാ ബൈ പറയുകയാണ് രതീഷ്. K20Q, ഖത്തർസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ, റേഡിയോ മലയാളം 98.6 FM.